തൃശൂർ മണലൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഓണക്കിറ്റ് വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ ജിൻസി മരിയ തോമസ്, കവിത രാമചന്ദ്രൻ, സിമി പ്രദീപ് എന്നിവർ സംസാരിച്ചു. തൃശൂരിലെ കാരമുക്ക് ഗ്രാമഭാരതി സാംസ്കാരിക സേവാ സമിതി പ്രവർത്തകർ 100 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. സേവാ സമിതി പ്രസിഡന്റ് സുരേഷ് കിഴക്കേപ്പുരയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഗോപി പറവത്ത്, ട്രഷറർ രാമചന്ദ്രൻ ചിറയത്ത്, മനോജ് പി തുടങ്ങിയവർ പങ്കെടുത്തു. വിനോദസഞ്ചാര കേന്ദ്രമായ തൃശൂർ പുള്ളിൽ ഓണം ആഘോഷിക്കാനെത്തിയ രോഗികൾ ആംബുലൻസുകളിലും മറ്റ് വാഹനങ്ങളിലുമായി അരിമ്പൂർ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പമാണ് എത്തിയത്. തിരുവനന്തപുരത്ത് മിനി ലോറിയിൽ ഗുണ്ടാസംഘം യുവാവിനെ ഇടിച്ചിട്ട ആക്രമണത്തിൽ പരിക്കേറ്റയാളുടെ ബൈക്ക് തട്ടിയെടുത്തതായി പരാതി. വാഴിച്ചാൽ സ്വദേശി ആകാശിനെയാണ് ഗുണ്ടാസംഘം ആക്രമിച്ചത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി. MV അരുൺ അധ്യക്ഷത വഹിച്ച പരിപാടി DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് VG അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ BJP സംസ്ഥാന സെക്രട്ടറിയായിരുന്ന PP മുകുന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ BJP ജില്ലാ കമ്മിറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, KP സുരേഷ്, ജസ്റ്റിൻ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിൽ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാഥ നടത്തി. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി.